Hello, my dear sweeties. Welcome back to my channel, Aiswarya, and I'm back to കുറേ ദിവസമായില്ലേ നമ്മൾ മീറ്റ് ചെയ്തിട്ട്. വേറൊന്നും കൊണ്ടല്ല, എക്സാംസ് ആയിരുന്നു. സോ അതിനിടയിൽ കുറച്ച് വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതിനായിട്ടുള്ള ടൈം കിട്ടിയില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, ബിക്കോസ് നിങ്ങൾ എന്നെ മറക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് പറ്റിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് മീൻസ് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല. ഞാനപ്പോൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടാൻ ആയിട്ടുണ്ട്, ഫേസിലൊക്കെ തന്നെ നല്ലോണം ടാൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഫേസ് പാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രമാത്രം സൺസ്ക്രീൻസൊക്കെ യൂസ് ചെയ്തെങ്കിൽ കൂടിയും നമുക്ക് ടാൻ ഉണ്ടാകാതിരിക്കത്തില്ല. മീൻസ് സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ ആ ഒരു ടാനിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കും എന്നല്ലാതെ നമുക്ക് ഫേസിൽ ടാനിങ് ഉണ്ടാവാതിരിക്കത്തില്ല. അപ്പോൾ സൺ ടാൻ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ സ്കിൻ കെയറാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു പാക്കൊന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ടാൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു ഫേസ് പാക്കുമായിട്ടായിരുന്നു വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിംഗിൾ സ്റ്റെപ്പാണ്, ആകെ ഒരേ ഒരു സ്റ്റെപ്പേ ഉള്ളൂ. നമുക്ക് അതിൽ തന്നെ ഫേസ് പാക്ക് സ്ക്രബ് എന്ന് പറയുന്ന പോലെ ഒരു സ്റ്റെപ്പാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് എന്തായാലും കിട്ടും എന്നാണ് വിശ്വസിച്ചേക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ഫേസിലൊരു ടാനൊക്കെ എത്ര റിമൂവ് ആയി നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ ഫേസിൽ ഇവിടെയെല്ലാം നല്ലോണം ടാൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നോർമൽ ക്യാമാണ്, സോ എല്ലാവർക്കും ഫേസ് എങ്ങനെ ആയിരിക്കണമെന്ന് കാണാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഓൾസോ കുറച്ച് സൗണ്ട് ഉണ്ട്, ബിക്കോസ് നമ്മൾ പുറത്തിരിക്കുവാണ്. നമ്മുടെ സ്ക്രബും ഫേസ് പാക്കൊക്കെ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പുറത്ത് വന്നിരിക്കുകയാണ്, വിൻഡോയുടെ അടുത്താണ്. സോ വണ്ടിയൊക്കെ പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും. സോ ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ സ്ക്രബ് അപ്പോൾ നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് സ്ക്രബ് എങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്ന് നോക്കാം. അപ്പോൾ ടാനൊക്കെ റിമൂവ് ആവണുണ്ടോ എന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ഒരു ബൗളിലോട്ട് ഒരു 2 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ഉപ്പിൻ്റെ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വെച്ച് ആഡ് ചെയ്താൽ മതി. അതിലേക്ക് നമ്മളൊരു 1/3 ഓഫ് ലെമൺ, അപ്പോൾ അത്രയും മാത്രം മതി, അതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം അതേ സെയിം അളവിൽ നമുക്കൊരു കുറച്ച് ഹണിയും ആഡ് ചെയ്യണം. ഏത് ഹണി ആയാലും മതി. ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് നമുക്ക് കേർഡ് ആഡ് ചെയ്യണം. കേർഡും ഇതേപോലെ ഒരു ടീസ്പൂൺ കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഫേസ് ഞാൻ നല്ലോണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസി എപ്പോഴും ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ആവശ്യം, ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ നെക്സ്റ്റ് ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നെക്കിലും അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോകാൻ പറ്റരുത്. അപ്പോൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. 15 to 20 മിനിറ്റ്സ് മതി. അപ്പോൾ ഫേസിലൊക്കെ നല്ലോണം നല്ലൊരു കട്ടിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, എങ്കിലേ നമുക്ക് ലാസ്റ്റ് സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നെക്കിലും ഇതേപോലെ അപ്വേർഡ് മോഷനിൽ തന്നെ അപ്ലൈ ചെയ്താൽ മതി. ഇത് ഫേസിൽ ഫുള്ളാണ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 20 മിനിറ്റ്സ് നമുക്ക് നമ്മുടെ ഫേസിൽ മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തു കേട്ടോ. കയ്യിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രൈ ആയതിനു ശേഷം നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചേഞ്ച് എനിക്ക് അത്ര നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഹോപ്പ് യു ക്യാൻ സീ അല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ ഒരു കളർ ചേഞ്ച്. നല്ലോണം ടാൻ റിമൂവ് ആയിട്ടുണ്ട്. ഇത്ര ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് എനിക്കിത് ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത്. അപ്പോൾ സോ ഫേസിൽ ഓൾസോ ഐ ഹോപ്പ് ഇതേപോലെ തന്നെ ഒരു നല്ല റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഫേസിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും അത് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്ത ലെമണിൻ്റെ ആ ഒരു തൊണ്ടുണ്ടല്ലോ,
ആ ഒരു തോട്, അതിൽ ചെറിയൊരു ലെമൺ ജ്യൂസിൻ്റെ ഒരു നനവൊക്കെ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, നല്ലോണം സ്ക്രബ് ചെയ്യുക. ഇപ്പം ഞാൻ ഇതെടുത്തേക്കുന്നത് നമ്മുടെ താജിൻ്റെ ആ ഒരു കോഫി പൗഡറാണ്. സോ ഗ്രാന്യൂൾസ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, നല്ല പൗഡേർഡ് ആയിട്ടുള്ള ആ ഒരു കോഫി പൗഡറാണെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് വരെ അത് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഈ ഒരു ഗ്രാന്യൂൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു 5 to 10 മിനിറ്റ്സ് തന്നെ സ്ക്രബ് ചെയ്യണുള്ളൂ. സ്ക്രബ് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഭയങ്കര സ്പീഡിൽ സ്ക്രബ് ചെയ്യാനല്ല പറഞ്ഞാൽ, ജെൻറ്റിലായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് കുറച്ച് കാർഡോ എന്തെങ്കിലും സാധാരണ വെള്ളമായാലും മതി, അതെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാഷ് ചെയ്യുക. അപ്പോൾ അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ടല്ലോ, നല്ലോണം ടാനൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫേസ് പാക്ക്. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും എന്ത് ക്ലെൻസർ യൂസ് ചെയ്താലും നമ്മളൊന്ന് ടോൺ ചെയ്ത് കൊടുക്കുക. ടോൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം റോസ് വാട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 3-ാമത്തെയോ 4-ാമത്തെയോ പ്രാവശ്യം റീഫിൽ ചെയ്തതാണ് നമ്മുടെ റോസ് വാട്ടർ. അത് വെച്ചിട്ട് ഞാൻ ഒന്ന് ഫേസിൽ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 മിനിറ്റ്സ് അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്വന്തം മോയ്സ്ചറൈസർ എടുത്തതിന് ശേഷം ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഐകാർഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുവാണെങ്കിൽ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെന്ന് അറിയാനായിട്ട് പറ്റും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ടാൻ റിമൂവൽ. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ തന്നെ വിചാരിക്കുന്ന ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും നല്ലൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട്. നോക്ക് നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ എന്തുമാത്രം ടാൻ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ യു ക്യാൻ സീ റൈറ്റ്, ഇത്ര ക്ലിയറായി നല്ലൊരു വൈറ്റ് ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്, ടാൻ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഞാനിത് യൂസ് ചെയ്തിട്ട്. സോ ഞാൻ ഇത്ര എക്സൈറ്റഡ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതുവരെ ഇങ്ങനൊരു ടാൻ റിമൂവൽ അങ്ങനെ ചെയ്തിട്ടില്ല. മീൻസ് ഞാൻ പുറത്തൊന്നും പോകണില്ലല്ലോ, അപ്പോൾ ടാനിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന് മുന്നേ ഞാൻ കോഫി മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ടൈം ചെയ്യണം. അപ്പോൾ തന്നെ ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഗൈസ്, വീണ്ടും പറയാണ് സോറി, ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പ്ലീസ്. ബിക്കോസ് എനിക്ക് ഇവിടെ ഇരുന്നാൽ മാത്രമേ ഈ ഫേസ് പാക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതുപോലെ ഇനി സൂപ്പർ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ആൻഡ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ തൃക്കാർത്തികയാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെ നിങ്ങളോട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ലെറ്റ് മീ ട്രൈ. ഞാൻ പറ്റുവാണെങ്കിൽ വീഡിയോസ് ആഡ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളെന്നെ മറന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എങ്കിലും പ്ലീസ് സപ്പോർട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്തായാലും നിങ്ങളടുത്ത് പറയാൻ മറന്നുപോയി, സോറി. കുറച്ച് ദിവസം ആയതുകൊണ്ടായിരുന്നു ആ ഒരു ഫ്ലോ പോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ തന്നെ ചെയ്യുക. ഫസ്റ്റ് ടൈം ആരെയും വരുന്നുണ്ടെങ്കിൽ പ്ലീസ് മറന്നുപോലും, ഇത്രയും നല്ലൊരു ഫേസ് പാക്കാണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി സൂപ്പർ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതുവരെയും ദിസ് ഈസ് ഐശ്വര്യ സൈനിങ് ഔട്ട്. ബൈ.